തണ്ണിമത്തനിൽ നല്ല വെള്ളമുള്ള ഒരു പഴമാണ് തണ്ണിമത്തൻ. അതിൽ ആ ജലം ഉണ്ടായതുകൊണ്ട് തന്നെ അത് കഴിക്കുന്ന ശരീരത്തിൽ നല്ല വെള്ളം കിട്ടും. അതായത് നല്ല ജലാംശം കിട്ടും. നമ്മളെ ശരീരത്തിൻ്റെ ബാലൻസൊക്കെ നിലനിർത്താൻ അത് സഹായിക്കും. തണ്ണിമത്തന് നമ്മുടെ എല്ലിൻ്റെ ബലം വർദ്ധിപ്പിക്കും. നമുക്ക് എത്രയും കഴിക്കട്ടെ തണ്ണിമത്തൻ. തണ്ണിമത്തന് ചിലയിടത്ത് വത്തക്ക, അതുപോലെ കുമ്മുട്ടി എന്നൊക്കെ അറിയപ്പെടും. അത് നമ്മൾ കഴിക്കുന്നത് നമ്മൾ എല്ലിൻ്റെ ബലം കൂടാനും അതേപോലെ തന്നെ ശരീരം നല്ല സമ്പുഷ്ടമാകാനും അതേമാതിരി ആരോഗ്യം തടിയൊക്കെ ഒന്ന് മെച്ചപ്പെടുത്താനൊക്കെ സഹായകമാണ്. നമ്മൾ ചെറുപ്പം നിലനിർത്താനും തണ്ണിമത്തൻ കഴിക്കുന്നത് നല്ലതാണ്. നമ്മളെല്ലാ ചെറുപ്പക്കാരനും സുന്ദരികളായിട്ട് നല്ല യുവത്വം നിലനിർത്തും എപ്പോഴും തണ്ണിമത്തൻ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ തണ്ണിമത്തൻ കഴിക്കാം. ഇതിൽ ഇഷ്ടം പോലെ നല്ല ജലാംശമുണ്ട്. ഇത് നമ്മൾ കഴിക്കുന്നതുകൊണ്ട് നല്ല രോഗപ്രതിരോധ ശേഷിയും കൂടും. അതായത് അസുഖങ്ങളൊന്നും പെട്ടെന്ന് വരാതെ തടഞ്ഞു നിർത്താൻ തണ്ണിമത്തനെ കൊണ്ട് സാധിക്കും. പിന്നെ തണ്ണിമത്തൻ്റെ കുരു അത് ഉണക്കി പൊടിച്ചിട്ട് ഒരു 5 മില്ലിഗ്രാം വീതം നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കൊളസ്ട്രോള്, അതുപോലെ നമ്മുടെ മൂത്രാശയ രോഗങ്ങൾ ഇതൊക്കെ കുറക്കാൻ വേണ്ടി സഹായിക്കും. പിന്നെ മൂത്രക്കല്ല്, പിത്താശയക്കല്ല് ഇതൊക്കെ കളയാനും തണ്ണിമത്തൻ സഹായകമാണ്. അതുപോലെ തന്നെ തണ്ണിമത്തൻ്റെ ഈ കുരു പൊടിച്ചതും. ഇതിൽ തണ്ണിമത്തൻ്റെ ജലാംശം നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ചർമ്മത്തിന് നല്ല തിളക്കം കിട്ടും. അതേപോലെ തന്നെ എപ്പോഴും നല്ല വെള്ളം കിട്ടുമ്പോഴാണല്ലോ നമ്മൾ ചെറുപ്പക്കാരായിട്ട് നിൽക്കുക. ശരീരത്തിൽ ജലാംശം കുറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വലിയ അപകടം വരെ ശരീരത്തിന് സംഭവിക്കും. ആ ജലാംശം നിലനിർത്താൻ ഏറ്റവും നല്ലൊരു പഴമാണ് തണ്ണിമത്തൻ. പിന്നെ തണ്ണിമത്തൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്നും കഴിക്കരുത്, അതത്ര നല്ലതല്ല. ഓൾറെഡി തണ്ണിമത്തന് ഒരു തണുപ്പും നല്ലൊരു അത്യാവശ്യം മധുരമൊക്കെ ഉള്ള നല്ലൊരു പഴമാണ്. പിന്നെ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല, തണുപ്പിച്ച് കഴിക്കാതിരിക്കുന്നതാണ് തണ്ണിമത്തൻ നല്ലത് കേട്ടോ. കേരളത്തിൽ പല ഭാഗത്തുമായിട്ട് ഇപ്പോൾ തണ്ണിമത്തൻ കൃഷി ചെയ്യുന്നുണ്ട്. കിരണ്, അതുപോലെ നാടൻ എല്ലാം ഉണ്ട്. നോൽമ്പ് കാലത്ത് തണ്ണിമത്തൻ കടകളിലൊക്കെ സജീവമായിട്ട് നമ്മൾ കാണുന്നു.